പെറ്റി കിടക്കുന്ന പറയും. കുഞ്ഞെവിടെ നീ പെറ്റി കിടക്കുന്ന വിളിച്ചു പറഞ്ഞില്ല മോളെ. കുഞ്ഞെവിടെ? കുഞ്ഞിനെ കണ്ടു. കുഞ്ഞെവിടെ? ഡെലിവറി എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷെ പെറ്റില്ല. എന്റെ അടുത്ത് പറഞ്ഞു പെറ്റി കിടക്കുന്നത്. നീ പറഞ്ഞു ഞാൻ പെട്ടി കിടക്കുന്നല്ലേ പറഞ്ഞത്. എന്താണ്? ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതെ, ഇതൊരു കൊള്ള സംഗീതമാണ്. ഞങ്ങളുടെ ബോസ് ആണ് ഇത്. ഈ കുട്ടി ഇവിടെ ഫുഡുമായിട്ട് വന്നതാണ്. 2 ലക്ഷം രൂപ കൊടുക്കാതെ ഈ കുട്ടിനെ ഇവിടെ നിന്ന് മോചിപ്പിക്കുന്ന പ്രശ്നമില്ല. 2 ലക്ഷം രൂപ എടുത്തിട്ട് പോ. 2 ലക്ഷം രൂപയ്ക്ക് എവിടെ ചെല്ലാൻ? ഞങ്ങൾ ആ പാടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. 2 ലക്ഷം രൂപ വേണമെങ്കിൽ അത് ആദ്യമേ പറയണ്ടേ? ഒരു കാര്യവും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇവളെ ഇവിടെ നിന്ന് വിട്ടു തരണമെങ്കിൽ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടണം. ഇനി നിങ്ങൾ ഞങ്ങളോട് കളിക്കുവാണെങ്കിൽ ഒന്നും നോക്കത്തില്ല, ഞങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിക്കും. തോണിക്കുട്ടാ, വേഗം നമ്മുടെ ടൂൾസ് ഒക്കെ അടുപ്പിക്കേ. ജീവനോടെ രണ്ടും പുറത്തു പോകില്ല. അവർക്ക് ലൊക്കേഷൻ കൊടുത്തില്ലേ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ കുട്ടിയെ ജീവനോടെ കൊണ്ടുപോകാം. രൂപ എടുത്ത് കൊടുക്കണം. എടാ, നമ്മുടെ കൊച്ചിനെ ഇറക്കി കൊണ്ട് പോകണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 2 ലക്ഷം രൂപ ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ജീവനോട് വേണോ എങ്കിൽ 2 ലക്ഷം രൂപ എന്നെ തിട്ടപ്പെടുത്തി ഇവിടെ തരണം. 10,000 രൂപയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ 2 ലക്ഷം രൂപ എവിടുന്ന് കൊടുക്കാറുണ്ട്? ഒരു മിനിറ്റ്. അതെ, ഒരു 10 രൂപ വെച്ച് ഇടാൻ പറ്റാ. 1 ലക്ഷം രൂപ കിട്ടിയാലും മതി. ഒരു 10 പേരില്ലേ? ശരി, നിങ്ങൾക്കൊരു ചെറിയ ഇളവ് തന്നിരിക്കുന്നു. 2 ലക്ഷം എന്നുള്ളത് 1 ലക്ഷത്തിലേക്ക് ഞാൻ ചുരുക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ അല്പം ബുദ്ധി ഉപയോഗിക്കൂ അമ്മാവാ. 1 ലക്ഷം രൂപ ഒരാൾ ഒറ്റയ്ക്ക് മുടക്കണ്ട. നിങ്ങൾ 10 പേരില്ലേ? ഒരു 10,000 രൂപ വെച്ചിട്ടാൽ 1 ലക്ഷമായില്ലേ? സിമ്പിൾ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ 10,000 രൂപ നിങ്ങൾക്ക് തരുന്നേ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? അതെ, ഞങ്ങളിപ്പോ 10 പേരും, നിങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 2 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. അതങ്ങനെ ശരിയാവും. ഞങ്ങളല്ലേ കൊള്ളക്കാര്, നിങ്ങൾ വെറും സാധാരണക്കാര്. സാധാരണക്കാരാണെങ്കിലും ആള് കൂടുതൽ ഞങ്ങളാ. അവസാനെ ഈ നേരത്തെങ്കിലും കൊക്കപ്പുഴനോട് കഴിച്ചു നിർത്താൻ പറ. ഇത് കൊക്കപ്പുഴുവല്ലടാ, ഞാനാ. നമ്മള് പെട്ടു.